പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിൽ കോഴിക്കോട് യുവതിക്ക് പുതുജീവൻ. റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തി ആത്മഹത്യാ ശ്രമം നടത്തിയ തമിഴ്നാട് സ്വദേശിനിയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ സുനിൽകുമാർ തുഷാരയുടെ ഇടപെടലിൽ ജീവൻ തിരികെ കിട്ടിയത്. വിദേശത്ത് കഴിയുന്നതിനിടെ വിശ്വാസവഞ്ചന നടത്തി പണം അപഹരിച്ചെന്ന പരാതിയുമായി റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ കാണാനെത്തിയ യുവതിയാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ദേഹമാസകലം പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നു ശ്രമം. തീപ്പെട്ടി ഉരയ്ക്കുന്നതിനിടയിൽ സംഭവം കണ്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ യുവതിക്ക് തുണയായി. വടകര സ്റ്റേഷനിലെ എസ്ഐയും സ്റ്റുഡന്റ് പോലീസ് നോഡൽ ഓഫീസറുമായ സുനിൽകുമാർ തുഷാരയാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. ആ ഗേറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത് കാണുകയും കയ്യിൽ ബോട്ടിലുമായി പെട്ടെന്നുള്ള കാഴ്ചയിൽ അതൊരു വെള്ളം കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് തോന്നുകയും പിന്നീട് അവർ തീപ്പെട്ടി എടുത്ത ഒരു മാത്രയിലാണ് ഇതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് മനസ്സിലാക്കുകയും പിന്നെ ഒട്ടും അമാന്തിക്കാതെ അവരെ പെട്ടെന്ന് ചാടി വീണ് അവരുടെ കയ്യിലുള്ള തീപ്പെട്ടി തെറിപ്പിക്കുകയും ആ സമയത്തുള്ള ഒരു ഇതിൽ ആ സ്ത്രീ നിലത്ത് വീഴുകയും പിന്നീട് ആ ചുറ്റുമുള്ള ആളുകളൊക്കെ ഓടിക്കൂടി രക്ഷപ്പെടുത്തുകയും ചെയ്തു. വാണിമേൽ കൊടിയൂർ സ്വദേശിക്കെതിരെയാണ് യുവതി പരാതിയുമായി ആദ്യം വളയ സ്റ്റേഷനിൽ എത്തിയത്. വിദേശത്ത് തനിക്കൊപ്പം താമസിച്ച യുവാവിനെ കാണാനാണ് നാട്ടിൽ എത്തിയത്. ഇതറിഞ്ഞ യുവാവ് കടന്നു കളഞ്ഞിരുന്നു. ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം കഴിയുന്ന യുവാവ് വിദേശത്ത് യുവതിക്കൊപ്പം കഴിഞ്ഞത് വിവാഹിതനായ വിവരം മറച്ചുവെച്ചായിരുന്നു. യുവാവിനെ കണ്ടെത്താൻ കഴിയാതായതോടെയാണ് പരാതിയുമായി ജില്ലാ പോലീസ് ആസ്ഥാനത്ത് യുവതി എത്തിയത്. ജില്ലാ പോലീസ് മേധാവി മീറ്റിംഗിലായതിനാൽ അഡീഷണൽ എസ്പിക്ക് പരാതി നൽകി പുറത്തിറങ്ങി. പിന്നാലെ ഓഫീസ് മുറ്റത്ത് വെച്ച് കയ്യിൽ കരുതിയ പെട്രോൾ തലയിലൂടെ ഒഴിച്ച് തീപ്പെട്ടിയെടുത്ത് കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തീപ്പെട്ടി ഉരസുന്നതിനിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ സുനിൽ തുഷാര ഇത് കണ്ട് തീപ്പെട്ടി തട്ടിത്തെറിപ്പിച്ചത്. പോലീസ് യുവതിയെ വടകര ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയും ചെയ്തു. യുവതിയെ വഞ്ചിച്ച് പണം തട്ടിയ സംഭവത്തിൽ വാണിമേൽ കൊടിയൂർ സ്വദേശി അബ്ദുൽ ലത്തീഫിനെതിരെ വടകര പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.